Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. സ്റ്റാർസ് ഓൺ എയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഉണ്ട് ഞാൻ നിങ്ങളുടെ ഈ സ്വന്തം RJ തുഷാര. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ കുറെ നാളുകളായിട്ട് ഇന്റർവ്യൂ ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ആക്ട്രസ് രമ്യ സുരേഷ് ആണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. താങ്ക് യു. എന്താണ് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നില്ല, റെട്രോയുടെ വിശേഷങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം നമുക്ക്. നല്ല വിശേഷം. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വേഷം. കാരണം എനിക്കൊന്ന് ലക്ഷ്മി എന്ന കഥാപാത്രം രമ്യ സുരേഷ് എന്ന ആക്ടറിന്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയായിരിക്കും. അതെ. ആ സിനിമയിലേക്ക് എത്തിയ ആ ഒരു കഥയൊന്ന് പറയുമോ നമ്മുടെ അടുത്ത്? സിനിമയിലേക്ക് ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് ദുബൈയിലായതുകൊണ്ട് അങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ അവിടെ നിന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നത്. കാർത്തിക് സുബ്രാജ് ടീമിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഓഡിഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും വായിച്ചപ്പോ തന്നെ ഞാൻ പൊങ്ങിച്ചാടി. ഓഡിഷൻ ഉണ്ടോ സെലക്ട് ആവോ അതൊന്നും എനിക്കൊരു മാറ്റർ അല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ വന്നത് തന്നെ എനിക്ക്. പിന്നെ അവരിങ്ങനെ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. ഒരു 35 ഇയേഴ്സിന്റെ ഉള്ള ഒരു ലേഡിയുടെ. അതങ്ങനെ ചെയ്തു. അത് അയച്ചു കഴിഞ്ഞപ്പോ ഒരു 60 ഇയേഴ്സിന്റെ അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും അവർക്ക് ഇങ്ങനെ മനസ്സിനെല്ലാം തെറ്റിപ്പോയ ഒരാളുടെ സംഭവമാണ് 60 ഇയേഴ്സിന്റെ ചോദിച്ചത്. അപ്പൊ ഞാൻ ഡയലോഗൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ അവര് ആക്ഷൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ 3 അയച്ചു കൊടുത്തു. 3 ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്കപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അയ്യോ കിട്ടുമോ എന്താണെന്നുള്ള. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും റിപ്ലൈ വന്നു, സെലക്ട് ആണ്, ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോ നമുക്ക് ഇനി ഷൂട്ടിന് കാണാന്ന് പറഞ്ഞു. ആ ഒരു മൊമെന്റിൽ ഫീൽ ചെയ്ത് എങ്ങനെയായിരുന്നു ശരിക്കും? എനിക്ക് ക്യാരക്ടർ എന്താണെന്നും അറിയില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞാൻ എന്താ പറയാ, ഈ കാർത്തിക് സുബ്രാജ് അതെനിക്കൊരു ഭയങ്കര ഈ മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതിനകത്തിലൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ആ ഒരു നിമിഷത്തിലാണ് എനിക്കത് മനസ്സിലായത്. നമ്മൾ പോലും അറിയാതെ നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ടീമിലൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അത് അറിഞ്ഞുകൊണ്ട് പോലും അല്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. എന്റെ മനസ്സിൽ ഇങ്ങനെ വന്ന വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സംഭവം. അതെനിക്ക് അവിടെ നിന്നൊരു വിളി വന്നപ്പോ ഞാൻ അപ്പോഴും ആലോചിച്ചു, ഈശ്വരാ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, മാനിഫെസ്റ്റേഷൻ ഇസ് ട്രൂ എന്ന് മനസ്സിലായത്. ഓൾറൈറ്റ്, ഞാൻ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഈ ഒരു സിനിമ റെട്രോയിൽ ഒരു കഥാപാത്രം കിട്ടി എന്ന് പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വാസ് യുവർ ഡോട്ടർ. അതെ. മലയാളത്തിനേക്കാളും ഇഷ്ടം തമിഴാണ്. ആണല്ലേ? അതെ. പിന്നെ സൂര്യയുടെ മൂവിന്നും കൂടി കേട്ടപ്പോ ഞാൻ അവർക്ക് പോലും സർപ്രൈസ് ആയിട്ട് വെച്ചോണ്ടിരിക്കുവായിരുന്നു എന്റെ ക്യാരക്ടർ എന്താണെന്ന്. ഞെട്ടിപ്പോയി അവര് ശരിക്കും. ഞങ്ങളും ഞെട്ടി. തിയേറ്ററിലെ സിനിമ കണ്ടപ്പോ ഞങ്ങളിങ്ങനെ വാവ്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോഴും ഓരോന്നും ഇങ്ങനെ പറയുമ്പോ അവര് ശരിക്കും അവര് ഓർഡർ അനുസരിച്ച് എങ്ങനെ എടുത്തെടുത്ത് പോകുന്നത്. അപ്പൊ അത് വരയ്ക്കിനും പറഞ്ഞേയില്ല. പക്ഷെ അവിടുന്ന് എനിക്ക് കുറച്ച് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ലക്ഷ്മി ക്യാരക്ടർ ഇവരാ ചെയ്യുന്നത്, ഓ അമ്മ ഇതാ അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ എങ്കിലും ഇതിന്റെ വേണ്ടപ്പെട്ടവരൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ആ വാർത്തയെ ഞാൻ അങ്ങനെ വിശ്വസിച്ചുമില്ല. പിന്നീട് ആ അവസരത്തിനായി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എപ്പോഴാ ഇവര് പറയുന്നത്. എന്തായാലും അതാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം വരുമല്ലോ. അതെ. അപ്പൊ അവര് അന്നാണ് പറഞ്ഞത് അവർ ഇങ്ങനെ ഇതാണ്. അപ്പൊ എന്റെ മനസ്സിലിങ്ങനെ ലഡുക്കൾ പൊട്ടിക്കൊണ്ടേയിരുന്നു. ഒന്നല്ല, നിരവധി പൊട്ടിയൊക്കെ. ആ ഒരു ക്യാരക്ടറിന്റെ കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു ആ ഒരു ക്ലൈമാക്സ് സീനിൽ അല്ലേ? രോമാഞ്ചായിരുന്നു ഞങ്ങൾക്ക് തിയേറ്ററിൽ. അതിനേക്കാൾ സൂപ്പർ ആയിരുന്നു അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതായത് അത് നമ്മള് എനിക്കൊന്നും അറിയില്ല, ഇങ്ങനെ ഒരു സാധനം വെച്ചോണ്ടിരിക്കുന്നു, ബസ്സൊക്കെ ഇങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിയുമ്പോ അതിന്റെ ഒരു ഫോഴ്സിൽ ഞാൻ ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് പോയിട്ട് തിരിച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഞാനേ പതറി ഒരു നോട്ടം നോക്കും. പക്ഷെ അതെല്ലാം എഡിറ്റിൽ പോയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമായി. കാരണം ഞാൻ ഡബിന് പോകുമ്പോ പോലും എനിക്ക് ആ ഭാഗം കണ്ടിട്ട് എനിക്ക് വാവ് നടിച്ചു പോയ സാധനം. പക്ഷെ സിനിമയിൽ എനിക്ക് അത്രയും തോന്നിയില്ല. ഞാൻ എന്നിട്ട് അങ്ങനെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഇങ്ങനെ ഒരു പതറിയ നോട്ടം നോക്കിയിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഓക്കെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പേടിച്ചു എന്നുള്ളത്. അവര് പേടിച്ചു എന്നറിയുമ്പോഴുള്ള എന്റെ ചിരി, അത്രയും വർഷം ചിരിക്കാതിരുന്ന ആള് ചിരിക്കുന്ന ചിരിയാണ്. പക്ഷെ എനിക്ക് ചിരി എന്തോ പോലെയായിരുന്നു. ഞാൻ
അവരെന്നെ കൊണ്ട് 2-3 ടൈപ്പിൽ ചിരിപ്പിച്ചു. ഞാൻ സാധാരണ നമ്മൾ ചിരിക്കുന്ന പോലെ ചിരിച്ചു. അതിന്റെ അതനുസരിച്ചുള്ളൊരു ചിരി കൊടുത്തു. പിന്നെ അതല്ലാണ്ട് അവര് പിന്നെ കുറച്ച് ലൗഡ് പോലത്തെ ഒരു ഇത് ചിരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോർമൽ അല്ലാത്ത ഒരാൾ ചിരിക്കുന്ന പോലത്തെ ഒന്നും മനസ്സിലാകാതെ എന്നാ എങ്ങനെ ചിരിക്കണ്ടേന്ന് പോലും അറിയാൻ മേലാത്ത ഒരു ചിരി അങ്ങനെ ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ അവസാനം അവർ അതാണ് എന്നെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിച്ചത്. അവർ ആദ്യം ചെയ്ത ചിരി തന്നെയാണ് എടുത്തത്. അടിപൊളി. പുള്ളിക്കാരൻ അങ്ങനെയുള്ള ഒരു ചിരിയായിരുന്നു വേണ്ടിയത്. എനിക്ക് കാണുമ്പോ എന്തോ പോലെയാണ്, ഞാൻ ഓടിക്കളയും കാണുമ്പോ. എന്റെ പിള്ളേര് പറഞ്ഞു, പക്ഷെ അമ്മ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ, ഇങ്ങനെയല്ലല്ലോ ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചിരിക്കാൻ അറിയാൻ മേലാത്ത ഒരാള് ചിരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞു. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യം പല ഇന്റർവ്യൂസിലും വന്നിട്ടുണ്ട്. പക്ഷെ ഇഫ് ഐ ഹാവ് ടു ആസ്ക് യു ആസ് എൻ ആക്ടർ, ഇന്നൊരു കൈൻഡ് ഓഫ് റോള് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? പിന്നെ അങ്ങനെ എത്ര എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ സൈക്കോ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നെഗറ്റീവ്, പിന്നെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര നല്ല പവറുള്ള, പവർഫുൾ ക്യാരക്ടേഴ്സ്. അതെ, നല്ല ചാടി വരുന്ന 2 ചവിട്ടൊക്കെ കൊടുക്കണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി. അങ്ങനത്തെ എന്തെങ്കിലും ഉടനെ വരാനുണ്ടോ? അങ്ങനത്തെ പറഞ്ഞാൽ എന്നിൽ അവരൊക്കെ കാണുന്നതും ഇങ്ങനെ ഈ വയസ്സായിട്ടുള്ള ആളില് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരാള്, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സുകൾ എല്ലാരും കാണുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആണ്, പക്ഷെ അവര് ഒന്നും ഇല്ലാത്തടത്തെയാണ്. മനസ്സിലായോ? അങ്ങനെയൊക്കെയാ വരുന്നത്. പിന്നെ ഈ ഇപ്പൊ എനിക്കൊരു സന്തോഷം, സർക്കിട്ട് എന്ന് പറഞ്ഞതിന്റെ ഒരു 2 ചെറിയ സീനാണെങ്കിലും എന്റെ ഇപ്പോഴത്തെ ഒരു ഇതില് ലുക്കില് പ്രസന്റ് ചെയ്യാൻ പറ്റി. അതെന്ന് എനിക്ക് കുറെ നല്ല ഇത് കിട്ടി, ആൾക്കാരൊക്കെ വിളിച്ചു നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. അതും അതിന്റെ അടുത്ത ചോദ്യമായിരുന്നു സർക്കിട്ടിനെ കുറിച്ച്. ഇപ്പൊ മലയാളത്തിൽ അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അല്ലേ? അതെ. കുറച്ച് ആൾക്കാർക്ക് മാറി മാറി ചിന്തിച്ച് വന്നാൽ എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം കിട്ടും എന്ന് ഉറപ്പാണ്. ഇപ്പൊ തന്നെ ജെസോ എന്ന് പറഞ്ഞ ഡയറക്ടർ ഷൈൻ ടോമിനെ വെച്ചിട്ട് പടം ചെയ്യുന്നുണ്ട്. അതിനകത്ത് എനിക്കൊരു ഡിഫറെന്റ് ക്യാരക്ടറാണ്. അടിപൊളി. അങ്ങനെ മാറി മാറി വരുന്നു. തമിഴിൽ ഇനിയിപ്പോ ഞാൻ ഇങ്ങനത്തെ തന്നെയൊക്കെ ആയിരിക്കും വരുന്നത്. പറയാൻ പറ്റില്ല. ഇനി അടുത്ത് നോക്കുമ്പോ ഇതുക്കും മേലെ സ്വാഗ് ആയിട്ടുള്ള ഒന്നായിരിക്കും. പക്ഷെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല. കാരണം അങ്ങനെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് അത് കൺവിൻസിങ് ആയതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഓവറാക്കാതെ അതിനകത്ത് നിന്നുകൊണ്ട് ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കാണുന്നത്. എന്റെ നല്ല ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ടൈപ്പ് കാസ്റ്റ് ആയില്ല ഇങ്ങനത്തെ ഉള്ളൂ. ഞാൻ ചിന്തിച്ചിരുന്നിട്ടുണ്ട്. ടൈപ്പ് കാസ്റ്റ് ആയിട്ട് ആൾക്കാരിങ്ങനെ പറയുന്ന കേട്ടപ്പോ അയ്യോ എന്നാ നമുക്കൊന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഞാൻ വീട്ടിലിരുന്നതേ ഉള്ളൂ. കാരണം വരുന്നതല്ല അങ്ങനത്തെ വന്നപ്പോ ഞാനിത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, അങ്ങനെ ഞാൻ ഒഴിവാക്കി ഈ മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള സിനിമകളൊക്കെ. അപ്പൊ നഷ്ടം എനിക്ക് മാത്രമാണ്. ഞാൻ വിട്ടിത്തരാ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോ എന്തായാലും വരുന്നത് അങ്ങനത്തെയാണ്. അത് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോ ഒന്നും വരില്ല. ഞാൻ വരാണ്ടിരിക്കുമ്പോ ആൾക്കാർ മറന്നുപോകും. അപ്പൊ നഷ്ടം എനിക്കാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു ചെയ്തുകൊണ്ടേ ഇരിക്കാം. എപ്പോഴെങ്കിലും ആൾക്കാർക്ക് ആർക്കെങ്കിലും മാറി ചിന്തിക്കുമ്പോൾ എനിക്ക് വേറൊരു വേഷം കിട്ടിയാൽ പിന്നെ മാനിഫെസ്റ്റ് ചെയ്തോണ്ടേ ഇരിക്കാം സൈഡിൽ കൂടെ. അതെ. സിനിമകളെ കുറിച്ച് പറയുമ്പോൾ തലൈവറിന്റെ കൂടെയുള്ള ആ ഒരു പടം കൂടെ എടുത്തു പറയണം. ആ ഒരു മൊമെന്റ് അഗൈൻ മാനിഫെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ പലരുടെയും ഒരു സ്വപ്നം തന്നെയായിരിക്കും തലൈവറിന്റെ കൂടെ ഒക്കെ തന്നെ അഭിനയിക്കുക, അല്ലെങ്കിൽ തലൈവറിന്റെ ഒരു പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയുണ്ടായിരുന്നു? അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അതെല്ലാം അതിനകത്തിലെ മെയിൻ ആക്ടേഴ്സിന്റെ കൂടെ ആയിരിക്കും. ഇതും എനിക്ക് അങ്ങനെ തന്നെ രജനി സാറിന്റെ കൂടെ ആയിരുന്നു എനിക്ക് എല്ലാ സ്ക്രീനും വന്നത്. പക്ഷെ സിനിമ വന്നപ്പോ സീൻ ഫുള്ളും കട്ടായെങ്കിലും എന്റെ ആ എക്സ്പീരിയൻസ് എനിക്ക്, അതായത് ഡയലോഗ് 3-4 ഡയലോഗ് ഉണ്ടായിരുന്ന 3 ഡയലോഗും ഇതായിപ്പോയി. അതിനകത്തിൽ ഒറ്റൊരു ആ മോളെ കൊണ്ടുവരുമ്പോ കരയുന്ന ഒരു സീന്, പിന്നെ അല്ലാതെ ഫഹദൊക്കെ വരുമ്പോ കാണുന്ന ഒരു സീന്, പിന്നെ ലാസ്റ്റ് TV കാണുന്ന അത്രേ സാധനേ ഉള്ളൂ. പക്ഷെ ചെയ്തപ്പം ശരണ്യയുടെ അമ്മ എന്നുള്ള രീതിയിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. സാറുമായിട്ടുണ്ടായിരുന്നു 2-3 സ്ഥലത്ത്. സാറിനെ ലാസ്റ്റ് ആരതി ഒഴിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അതൊക്കെ എഡിറ്റ് പോയി. എന്നാലും പക്ഷെ അവരുമൊക്കെ ആയിട്ട് അടുത്ത് ഇത്രയും. അതുപോലെ ഫഹദുമായിട്ടും എനിക്ക് ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊരു കോമഡി ആയിരുന്നു, നല്ലതായിരുന്നു. ഇത് കഴിഞ്ഞ് പോകുമ്പോഴും ജ്ഞാനവേൽ സാറ് നിങ്ങ ரொம்ப ഗ്രേറ്റ് ആക്ടർ അങ്ങനെ എല്ലാം പറഞ്ഞ് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എന്തായാലും തലൈവരെ കാണാനാണല്ലോ ആൾക്കാർ ഇരിക്കുന്നത്. എഡിറ്റ് ചെയ്ത് വരുമ്പോ ബാക്കിയുള്ളവരൊക്കെ എഡിറ്റിലങ്ങ് പോകും, അത് സ്വാഭാവികം. പക്ഷെ ഒരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അടിപൊളി. അതുപോലെ ഇപ്പൊ ഞാനൊരു വേറൊരു തമിഴ് സിനിമ ഞാൻ ചെയ്തു, അതിപ്പോ കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ ഒരു
വിക്രം പ്രഭുവിന്റെ ഒരു നൈസ്. ഓക്കെ, അത് ചെയ്തു. ഒരു ഡിഫറെന്റ് ഒരു സംഭവം ഞാൻ ചെയ്തത്. അത് അവർക്കെല്ലാം ഭയങ്കര വാവ് എന്നുള്ളൊരു സാധനം വന്നു. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയിലത് അവരത് ഷൂട്ട് ചെയ്തപ്പോ അതങ്ങനെ എടുത്തു വെച്ചെങ്കിലും പിന്നീട് അവരത് പറഞ്ഞപ്പോ ഒരു അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയ്യോ, അത് വരുമ്പോ അതൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൗഡി പോലത്തെ ഒരാള് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം അതിനകത്ത് വന്നു. അപ്പൊ അത് കട്ടിങ്ങിൽ പോകും. പക്ഷെ അതെനിക്ക് കുഴപ്പമില്ല. ഫൈറ്റ് മാസ്റ്റേഴ്സ് ഒക്കെ വന്നിട്ട് ചെയ്ത ഒരു സംഭവമാണ്. പക്ഷെ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞത് ഇത് അടുത്ത ഒരു ഏജന്റ് ടീനയാണെന്നാ പറഞ്ഞത്. പക്ഷെ എന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ വന്നിട്ട് പറഞ്ഞത് വാഴപ്പോറ വിജയശാന്തി അപ്പടി അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം ആ സീൻസ് എല്ലാം കട്ടാണ് അതിനകത്ത്. അത് ഉറപ്പായിട്ട് ഒരിക്കലും അതിനകത്ത് വെക്കാൻ പറ്റില്ല. കാരണം ഫൈറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ചാടി പറഞ്ഞ് ഫൈറ്റ് ചെയ്തേ. പക്ഷെ അത് ഒരിക്കലും ഒരു അമ്മ ചെയ്യില്ല അങ്ങനെ. പക്ഷെ അത്രയും ആൾക്കാർക്ക് ബോധ്യമായി ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുന്നുള്ളത്. ഒരു സന്തോഷം. ഓക്കെ, ഇനിയും വരും അതുപോലത്തെ. ഉറപ്പായിട്ടും ഇനിയും അതുപോലെ തന്നെ കുറേയധികം എക്സൈറ്റിംഗ് കഥാപാത്രങ്ങൾക്കായിട്ടും നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2018 കുട്ടൻപിള്ളിയുടെ ശിവരാത്രി എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു വഴിത്തിരിവായിരുന്നു. അതിനുശേഷം കുറേയധികം പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഈ പറഞ്ഞ പോലെ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു കഥാപാത്രത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതുവരെ ചെയ്തതിൽ എനിക്കൊന്ന് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എടുത്തത് പറഞ്ഞതും പടവെട്ട് എന്ന് പറയുന്ന സിനിമയായിരുന്നു അല്ലെ? രമ്യ സുരേഷ് എന്ന പേഴ്സണുമായിട്ട് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഒരു ഇച്ചിരിയെങ്കിലും സാമ്യം തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടോ? ഞാനുമായിട്ട് സാമ്യം തോന്നുന്ന ഒരൊറ്റ ഒരെണ്ണം പോലും എനിക്ക് ഇതുവരെ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാം എന്നെക്കാളും ഏജ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഞാൻ അതിന്റെ ഈവൻ കരയുന്ന പോലും ഞാൻ അങ്ങനെയൊന്നും അല്ല. നോർമൽ ലൈഫിൽ ഞാൻ കരയും. എനിക്ക് പൊതുവെ ഞാൻ കരയുന്നത് ആരും കാണുന്ന പോലും ഇഷ്ടമല്ല. എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരാളാ ഞാൻ. പക്ഷെ എന്റെ സിനിമകളെല്ലാം കരയുന്നതും കരയിക്കുന്നതും. ഞാൻ ആകെ ചിരിച്ചത് എനിക്ക് തോന്നി റെട്രോയിലായിരിക്കും. അതെ, അതൊരു ഡിഫറെന്റ് ആണ് ചിരി. അതെ, സിനിമയിലേക്ക് വരണം എന്ന് ഭയങ്കരമായിട്ട് തോന്നിപ്പിച്ച ഒറ്റ സിനിമ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അത്? ഇല്ല, സിനിമയിലേക്ക് വരണം എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. സിനിമ ഭയങ്കര ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്. അതിനപ്പുറം സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് 2017 സോഷ്യൽ മീഡിയയിൽ പാട്ട് പാടി വൈറലായതിന്റെ പേരിൽ ആൾക്കാർ കളിയാക്കിയപ്പോൾ മാത്രം ഉണ്ടായ ഒരു സംഭവം. അങ്ങനെ ഞാൻ അതിനു വേണ്ടി പ്രയത്നിച്ചു. അതിൽ ഒരു സിനിമ ചെയ്യണം, സിനിമ ചെയ്തിട്ട് ഇങ്ങനെ പറയണം. ഞാൻ ഫേമസ് ആകാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കൂടിയപ്പോ ചുമ്മാ തമാശ കാണിച്ചത് വൈറലായതാണെന്ന് പറയണം. അത്രേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയെ ഇതിനേക്കാൾ അപ്പുറം സ്നേഹിക്കുന്നുണ്ടെന്നും അതിലെനിക്ക് നിക്കണമെന്നും ഒക്കെ എനിക്ക് തോന്നിയത് ശരിക്കും സിനിമയിൽ വന്നതിന് ശേഷം. അതിനെ സീരിയസ് ആക്കി എടുത്തത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോൾ പോലും അല്ല, രണ്ടാമത്തെ ഞാൻ പ്രകാശം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ സിനിമയെ സ്നേഹിച്ചു തുടങ്ങി. വീട്ടിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? എന്റെ ഹസ്ബൻഡ്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാരും പാരന്റ്സും എല്ലാരും ഭയങ്കര സപ്പോർട്ടാ, പിള്ളേരൊക്കെ. എന്നാലും ഹസ്ബൻഡ് കാര്യം പറയാണ്ടിരിക്കാൻ പറ്റും. അതെ 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 വെരി സ്വീറ്റ്. എനിക്ക് കാരണം ഞാൻ ദുബൈയിലൊക്കെ പോയിട്ട് ചിലപ്പോ 5 ദിവസത്തേക്കിനായിരിക്കും പോകുന്നത്. അപ്പോഴത്തേക്കിനും എനിക്ക് ഇപ്പം 3-ാമത്തെ ദിവസം എനിക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ തന്നെ ടിക്കറ്റ് എടുത്ത് പൊയ്ക്കോ, പോയി ചെയ്തോ അങ്ങനെ പറയും. പിന്നെ ഞാനിപ്പോ ചിലപ്പോ ഒരു മാസത്തേക്കിനും സമയം കിട്ടുവാണെങ്കിൽ അല്ലെ സിനിമ ഇല്ലെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ വരുമ്പോ പോലും ഞാൻ എന്റെ പ്രൊഡക്ഷൻ കൺട്രോളറോടോ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ പോലും ഞാൻ പറയാറില്ല ഞാൻ ദുബൈയിലാ വരുന്നതാണ്. ഞാൻ തന്നെ എടുക്കും, ഞാൻ തന്നെ പോകും. ഓൾറൈറ്റ്, ആക്ട്രസ് രമ്യ സുരേഷ് ആണെന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇതാ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ രമ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്തതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കഥാപാത്രം പടവെട്ട് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു കഥാപാത്രം തന്നെയാണ്. ഇപ്പം കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് പടങ്ങളാണ്? ഷൈൻ ടോമിന്റെ പടം. ഓക്കെ, അതല്ലാണ്ട് ഇനി റിലീസ് ആവാനായിട്ട് വേറെ പ്രോജക്റ്റുകളുണ്ടോ? റിലീസ് ആകാനിരിക്കുന്നത് ശരിക്കും ഈ തമിഴാണ്. തമിഴ് രാംപ്രകാശ് സാഹിബ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഒരു സിനിമയുണ്ട്. വിക്രം പ്രഭുവിന്റെ ഒരെണ്ണമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന മലയാളവും ഇന്നൊരു മലയാളം ഉണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ അടുത്ത ഇനി ചെയ്യുന്ന ഒരു ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്, മറ്റേ ജിത്തു ജോസഫ്. അതിലൊരു ചെറിയൊരു ക്യാരക്ടർ. അവരുടെയൊക്കെ സിനിമയിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കും എന്താണ് ഇവരൊന്നും എന്നെ കാണുന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ
ചിന്തിക്കാറുണ്ട്. കോള് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ ഇനി തെലുഗുലേക്കും കന്നഡയിലേക്കും ഹിന്ദിയിലേക്കും ഒക്കെ ഇറങ്ങുമോ? ഏത് ഞാൻ ഉറപ്പായിട്ടും ഞാൻ തമിഴാണ് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നുന്നത്. പിന്നെ ഹിന്ദി ആണെങ്കിൽ സംസാരിക്കാൻ അറിയാൻ മേലാത്ത ടെൻഷൻ ഉണ്ട്. പക്ഷെ അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ ഹിന്ദി അറിയാൻ മേലെന്നും പറഞ്ഞു പോകാതിരിക്കരുത്, അതൊക്കെ നമുക്ക് കാണാപ്പാടം പഠിച്ചിട്ടാണെങ്കിലും ചെയ്യാന്നൊക്കെ ഞാനിങ്ങനെ ഒരു ഓഡിഷൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഹിന്ദിയിൽ അവര് ചോദിച്ചപ്പോ ഞാൻ ഹിന്ദി മുജേ നഹീ മാലൂം എന്നും പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് വിട്ടതാ. അതുപോലും പറഞ്ഞ പൊട്ടത്തെറ്റാ. അതാണ് എന്റെ അവസ്ഥ. പക്ഷെ ഇനി അങ്ങനെ പറയില്ല. എന്നിട്ട് ഹിന്ദി പഠിക്കാൻ പോയാലോ, അവിടെ പോയി 1 മാസം 2 മാസം സ്റ്റേ ചെയ്താലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ബോംബെയിലോ വല്ലതും പോയി തും കർത്താവുമ്പോൾ അതൊക്കെ അതെ 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 പഠിക്കാൻ പറ്റപ്പോഴേ പഠിക്കണായിരുന്നു. താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നീ. ഇന്റർവ്യൂ തന്നെ എന്റെ ചീക്സ് ഒക്കെ വേദന എടുത്തു തുടങ്ങി ചിരിച്ച്. ബട്ട് താങ്ക് യു സോ മച്ച്. വളരെ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇറ്റ് വാസ് സോ ലവ്ലി ടോക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും ഈ തരുന്ന സപ്പോർട്ട് ഇനിയും മുന്നോട്ട് തരണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ട്രസ് രമ്യ സുരേഷ് ആയിരുന്നു ഇത്ര നേരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർസ് ഓൺ എയറിൽ. ഇനി ഇതുപോലെ അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റിയും കുറേയധികം വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചെത്താം.